Hi all, welcome to one. So fluid mechanics module 2 short questions are we session discuss so hydrostatic and buoyancy topic module 2 basically fluid statics buoyancy in the detailed class app available check out correct proper tricks must watch important questions module 1 discuss അപ്പോൾ അതിനോട് കണക്ട് ചെയ്ത് തന്നെ മോഡ്യൂൾ 2 ആണ് ഫ്ലൂയിഡ് സ്റ്റാറ്റിക്സിന്റെ കുറച്ച് മോഡ്യൂൾ 1ലും കുറച്ച് മോഡ്യൂൾ 2ലാണ് നമ്മുടെ ഈ അപ്ഡേറ്റഡ് സിലബസിൽ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണ് അതിൻ്റെ ജസ്റ്റ് തിയറി ബ്രീഫ് ചെയ്യാം, അതേപോലെ തന്നെ എന്താ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ സിലബസ് എന്ന് നോക്കാൻ നേരത്ത് ഇതിൽ വരുമ്പോൾ സ്റ്റാർട്ടിംഗ് വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും ആണ്. ഇൻക്ലൈൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട്, വെർട്ടിക്കൽ പ്ലെയിൻ സർഫസ്, അതേപോലെ തന്നെ എന്താ ഹൊറിസോണ്ടൽ പ്ലെയിൻ സർഫസ് വരുന്നുണ്ട്, പിന്നെ ഇൻക്ലൈൻഡ് കർവ്ഡ് ആയിട്ടുള്ള കേസും വരുന്നുണ്ട്. പിന്നെ ബോയൻസി ആൻഡ് ഫ്ലോട്ടേഷനിലെ ബേസിക് കൺസെപ്റ്റ്സ്, സെൻറ്റർ ഓഫ് ബോയൻസി, മെറ്റാസെൻട്രിക് ഹൈറ്റ്, ഡിറ്റർമിനേഷൻ ഓഫ് മെറ്റാസെൻട്രിക് ഹൈറ്റ് യൂസിങ് അനലിറ്റിക്കൽ എക്സ്പെരിമെന്റ് മെത്തേഡ് ഇമ്പോർട്ടൻ്റ് ആണത്. അതിൻ്റെ ഡെറിവേഷൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇൻക്ലൂഡ് ഡെറിവേഷൻ ആൻഡ് ന്യൂമറിക്കൽ പ്രോബ്ലം, കണ്ടീഷൻ ഫോർ സ്റ്റെബിലിറ്റി. അപ്പോൾ കൂടുതൽ ഈ സൈഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ മെയിൻലി ഒരു പ്രോബ്ലം, വെർട്ടിക്കൽ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ഒരു പ്രോബ്ലം ആയിരിക്കും വന്നത്. ഇവിടെ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ തുരുതുരാന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് വിത്ത് ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ് വരാൻ നേരത്തെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ മോഡ്യൂളിലും ജസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു പി ഈക്വൽ ടു റോ ജി എച്ച്, സെൻറ്റർ ഓഫ് പ്രഷർ കണ്ടുപിടിക്കാനുള്ള റിലേഷൻ IG divided by h bar plus h bar, ഇല്ല IG sin square theta divided by h bar plus h bar. ഇൻക്ലൈൻഡ് ആണെങ്കിൽ ആ രണ്ട് റിലേഷൻ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ കേർവ്ഡ് സർഫസിൽ വെർട്ടിക്കൽ കമ്പൗണ്ട് ഫോഴ്സ് ഉണ്ടാവും അല്ലേ, ഒരു കേർവ്ഡ് സർഫസിൽ വാട്ടർ ഫിൽഡ് ആയിട്ട് കിടക്കുമ്പോൾ അവിടെ ഒരു വെർട്ടിക്കൽ കമ്പൗണ്ട് ഫോഴ്സ് ഉണ്ടാവും, ഹൊറിസോണ്ടൽ ഉണ്ടാവും, FY FX റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നുണ്ടാവും. വെർട്ടിക്കൽ കമ്പൗണ്ട് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഓഫ് ദ ഫ്ലൂയിഡിനോട് ഈക്വൽ ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പൗണ്ട് എന്താ, പ്രഷർ ഇൻറ്റു ഏരിയ, അത് ബേസ് ചെയ്തിട്ടാണ് എന്ത് കേർവ്ഡ് സർഫസ് സബ്മേർജ്ഡ് വന്നത്. പിന്നെ വന്നാണ് ബോയൻസി, അതിൻ്റെ ആർക്കിമെഡിക്സ് പ്രിൻസിപ്പിൾ, വെയിറ്റ് ഓഫ് ദി ഫ്ലൂയിഡ് ഈക്വൽ ടു വോളിയം ഓഫ് വെയിറ്റ് ഓഫ് ദി ബോഡി ഈക്വൽ ടു വോളിയം ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ്, FB ബോയിന്റ് ഫോഴ്സ് ഈക്വൽ ടു റോ GB. സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞാൽ ബോയിന്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന പോയിന്റ്. പിന്നെ കണ്ടീഷൻ ഓഫ് ഇക്വിലിബ്രിയം, ഫ്ലോട്ടിംഗ്, വെയിറ്റ് ഓഫ് ദി ബോഡി ഈക്വൽ ടു വെയിറ്റ് ഓഫ് ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആയിരിക്കും. സബ്മേർജ്ഡ് ബോയിന്റ് ഫോഴ്സ് ലെസ് ദാൻ വെയിറ്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതെന്താ മുങ്ങും, സിങ്ക്ഡ് ആയിരിക്കും. പിന്നെ സ്റ്റെബിലിറ്റി കണ്ടീഷൻ ആണ്, ഫ്ലോട്ടിംഗ് മെറ്റാസെൻട്രിക് എന്താ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. സബ്മേർജ് ആണെങ്കിൽ സ്റ്റേബിൾ ഇഫ് എന്താ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബിലോ സെൻറ്റർ ഓഫ് ബോയൻസി ആണ്. പിന്നെ മെറ്റാസെൻറ്റർ എന്ന് പറഞ്ഞാൽ പോയിന്റ് അബൌട്ട് വിച്ച് ബോഡി ഓസിലേറ്റ് ചെയ്യുന്ന പോയിന്റാണ് എന്ത് മെറ്റാസെൻറ്റർ എന്ന് പറയുന്നത്. മെറ്റാസെൻട്രിക് ഹൈറ്റ് GM ഈക്വൽ ടു BM മൈനസ് BG, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആട്ടോ അതിൻ്റെ സ്റ്റെബിലിറ്റി. അത് സബ്മേർജ് കണ്ടീഷൻ ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്, അതേപോലെ ഫ്ലോട്ടിംഗ് കണ്ടീഷൻ ഉണ്ട്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലോട്ടിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കൂടുതൽ വരാനുള്ള ചാൻസ് വരുന്നത്. അപ്പോൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. അതിൻ്റെ കേസ് ഞാൻ അടുത്ത ഇതിൽ പറയാം. അപ്പോൾ ഇതിൻ്റെ എക്സ്പെരിമെൻറ്റ് മെത്തേഡിൽ GM കണ്ടുപിടിക്കേണ്ട അതിൻ്റെ റിലേഷനും ഡെറിവേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ നോക്കുക. സോ ബേസിക് റിലേഷൻ നോക്കുമ്പോൾ പ്രഷർ, റിസൾട്ടൻ്റ്, അതേപോലെ സെൻറ്റർ ഓഫ് പ്രഷർ, ഇതിൻ്റെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കേസിൽ ബോയൻറ്റ് ഫോഴ്സ്, BM, മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെയാണ് മെയിൻലി എന്താണ് ഈ ഒരു മോഡ്യൂളിൽ വരുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള നമ്മൾ നേരത്തെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ നോക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ വന്നേക്കുന്ന സെൻറ്റർ ഓഫ് പ്രഷറിൻ്റെ കേസ്, അതേപോലെ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഞാൻ പറഞ്ഞു അതിൻ്റെ ഡെറിവേഷൻ. പിന്നെ ന്യൂമറിക്കൽ വരാൻ നേരത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന കേസ്, അതേപോലെ തന്നെ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്. പിന്നെ സ്റ്റെബിലിറ്റി ബേസ് ചെയ്തിട്ടുള്ള ആ ക്വസ്റ്റ്യനൊക്കെയാണ് എന്ത് കൂടുതൽ നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ നിന്ന് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓൾമോസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എക്സ്പ്ലെയിൻ മെറ്റാസെൻട്രിക് ഹൈറ്റ്, ഡിറൈവ് ദി കണ്ടീഷൻ ഓഫ് സ്റ്റെബിലിറ്റി, എക്സ്പ്ലെയിൻ ഹൗ മെറ്റാസെൻട്രിക് ഹൈറ്റ് ഈസ് ഡിറൈവ്ഡ് എക്സ്പെരിമെന്റലി. ക്ലിയർ? അപ്പോൾ ഇത് മിക്ക ക്വസ്റ്റ്യൻസിലും വരുന്നൊരു മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇറസ്പെക്റ്റീവ് ഓഫ് യൂണിവേഴ്സിറ്റി ഓർ സ്കീം, ബോയൻസി എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് മിക്ക 100% ചോദിച്ചതിൽ 98% ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തിയറി, ഡെറിവേഷൻ, ഡയഗ്രാം, ആപ്ലിക്കേഷൻ പല കാര്യങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ആസ്ക് ചെയ്യാനുള്ള ചാൻസ് ടോപ്പ് പ്രയോറിറ്റിയിൽ കിടക്കുന്നതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ മെറ്റാസെൻറ്റർ, പോയിന്റ് അബൌട്ട് ഇറ്റ് ബോഡി ഓസിലേറ്റ് ചെയ്യണതാണ്. മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ GM ഈക്വൽ ടു BM മൈനസ് BG ആണ്. അതേപോലെ അത് കണ്ടുപിടിക്കാനായിട്ട് GM ഈക്വൽ ടു BM മൈനസ് BG ആണ്. ടോട്ടൽ ഹൈറ്റ് H, മുങ്ങിക്കിടക്കുന്ന ഹൈറ്റ് സ്മോൾ ലെറ്റർ H,
ആണെങ്കിൽ ജി എം ഈക്വൽ ടു പി എം എന്ന് പറഞ്ഞാൽ ഐ ബൈ വി, മൊമെന്റ് ഓഫ് ഇനേഷ്യ ബൈ വോളിയം ഓഫ് ബോഡി സബ്മേർജ് ആണ്. ബി ജി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ബി ജി ആണ്. സോ ഒ ജി മൈനസ് എന്താണ്, ഒ ബി എന്ന് എഴുതാം. ഒ ബി സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്, ക്യാപിറ്റൽ എച്ച് ബൈ 2 ആണ്. ഒ ബി സെന്റർ ഓഫ് ബോയൻസി ആണ്, മുങ്ങിക്കിടക്കുന്ന ഹൈറ്റ് ബൈ 2 ആണ്. സോ അതാണ് എച്ച് ബൈ 2 മൈനസ് എച്ച് ബൈ 2. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. ഇനി സ്റ്റെബിലിറ്റി ചോദിച്ചിട്ടുള്ളതാണ്. സ്റ്റേബിൾ ആവാം, അൺസ്റ്റേബിൾ ആവാം, റിട്ടേൺസ് സ്റ്റേബിൾ ആവാം, അൺസ്റ്റേബിൾ ആവാം, ന്യൂട്രൽ ആവാം. അപ്പോൾ ഒരു ബോഡി സ്റ്റേബിൾ ആണെങ്കിൽ എന്താണ്, ഈ ബോഡിക്ക് പുഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓസിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ വന്നെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കും. മെറ്റാസെൻട്രിക് ഹൈറ്റ് എബവ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും. ജി എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ബോഡി റിട്ടേൺസ് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ പൊസിഷൻ ആണ്. ഇനി അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ എന്താ, എമ്മിൻ്റെ വാല്യൂ ജിൻ്റെ താഴെ ആയിരിക്കും. ജി എം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. മെറ്റാസെൻട്രിക് ഹൈറ്റ് പുഷ് കൊടുത്തു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും, കീപ്പ് ഓൺ ഓസിലേറ്റിംഗ് ആണ്. ആൻഡ് ഫൈനലി എന്താ, ന്യൂട്രൽ ആണെങ്കിൽ എമ്മും ജിയും ഒരേ പോയിന്റിലാണ്. ജി എമ്മിൻ്റെ വാല്യൂ 0 ആണ്. ബോഡി എന്താ, പുതിയൊരു പൊസിഷൻ അച്ചീവ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇത്രയാണ് എന്ത് കേസ് വന്നത്. പിന്നെ അതിൻ്റെ ഡെറിവേഷൻ ആണ് ഓൾറെഡി ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്, പിന്നെയും പറയാനില്ല. അപ്പോൾ എക്സ്പെരിമെൻ്റിലുള്ള ഡെറിവേഷൻ മെത്തേഡ് നോക്കുക. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ബോഡി ഈസ് സബ്മേർജ്ഡ് അറ്റ് ദി ഇന്റർഫേസ് ഓഫ് ഓയിൽ ആൻഡ് വാട്ടർ സച്ച് ദാറ്റ് 45% ഓഫ് ഇറ്റ്സ് വോളിയം ഈസ് ഇൻ 45% of its volume is in oil while the rest is in water. The density of bodies. അപ്പോൾ ഒരു ബോഡി ഉണ്ട്, സബ്മേർജ് ആണ്, അതിൽ അറൗണ്ട് എന്താ 45, ഇതിപ്പോൾ ഓയില് ഇത് വാട്ടർ ആണെന്ന് വെച്ചാൽ 45% ഓയിലിൽ ബാക്കി 55% വാട്ടറിലാണ്. ബോഡിയുടെ ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബോയൻ ഫോഴ്സ് എന്ന് പറയാൻ നേരത്തെ എന്താണ്, ഓയിലിലുള്ള ബോയൻ ഫോഴ്സ് പ്ലസ് വാട്ടറിലുള്ള ആ രീതിയിൽ വരും. സോ റോ ജി വി ഈക്വൽ ടു എന്താ, റോ ജി വി ഓഫ് ഓയിൽ പ്ലസ് റോ ജി വി ഓഫ് വാട്ടർ. ഈ രീതിയിലായിരിക്കും വന്നത്. അപ്പോൾ ടോട്ടൽ വോളിയം വി ആണെങ്കിൽ ഓയിലിലുള്ള വോളിയം എന്ന് പറയാൻ നേരത്തെ എന്താ 0.45 ടൈംസ് വി ആണ്. അപ്പോൾ വാട്ടറിലുള്ള വോളിയം എന്ന് പറഞ്ഞാൽ 0.55 ടൈംസ് വി ആണ്. അപ്പോൾ വീനെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബാക്കി തന്നേക്കുന്ന ഡെൻസിറ്റിയും ഗ്രാവിറ്റിയും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ബോഡിയുടെ ഡെൻസിറ്റിയാണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഡെൻസിറ്റി ഓഫ് ബോഡിയാണ് സോൾവ് ചെയ്യാന്നുള്ളൂ. ഇത് ചിലപ്പോൾ 3 ഫ്ലൂയിഡ് ആവാം, 2 ഫ്ലൂയിഡ് ആവാം, ഇല്ല ഒറ്റ ഫ്ലൂയിഡിൻ്റെ കേസ് ആവാം. എങ്ങനെയാണെങ്കിലും ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കുക, അതിനനുസരിച്ച് ചെയ്യുക. നെറ്റ് ബോയിൻ ഫോഴ്സ് ഈക്വൽ ടു രണ്ടിൻ്റെ ഒരു കോമ്പിനേഷൻ. സോ ഇതിൽ നമുക്ക് വാല്യൂ തന്നിട്ടില്ല, ചിലപ്പോൾ വോളിയത്തിൻ്റെ വാല്യൂ തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് എടുക്കേണ്ടി വരും. സോ ഇക്വേറ്റ് ചെയ്യുക, കോമൺ ടേംസ് കട്ട് ചെയ്യുക, അതിൽ നിന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ, ബോഡിയുടെ ഡെൻസിറ്റി കിട്ടും. അപ്പോൾ ഷോർട്ട് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക. ആ ക്വസ്റ്റ്യനോ അതേ ടൈപ്പുള്ള വേറെ ക്വസ്റ്റ്യനോ നമുക്ക് എന്താ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നോക്കേണ്ട. ഓക്കെ, പിന്നെ വരുന്നതാണ് അടുത്തത്. റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് 2 meter wide 3 meter deep lies in water in such a way that its planes make an angle of 30 degrees with the free surface of water. Determine the total pressure and position of center of pressure when the upper edge is 1.5 meter below the free surface of water. Or rectangular plane surface 2 meter wide 3 meter deep ആണ്, lies in water in such a way that plane makes an angle 30 degree. അപ്പോൾ ഒരു 30 ഡിഗ്രിയിലാണ് എന്ത്, ആ ഒരു റെക്ടാങ്കുലർ പ്ലെയിൻ സർഫസ് എന്താ കിടക്കുന്നത്. ടോട്ടൽ പ്രഷറും സെൻറ്റർ ഓഫ് പ്രഷറും ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പർ എഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ 1.5 മീറ്റർ മാറിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റർ എച്ച് സ്റ്റാർ ഈക്വൽ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ്. പി ഈക്വൽ ടു റോ ജി എച്ച് ബാർ ഫോഴ്സ് വരുമ്പോൾ ഈ രണ്ട് റിലേഷനാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനീഷ്യലി തന്നേക്കുന്ന വാല്യൂസ് ഞാൻ നേരത്തെ വരച്ച അതേപോലെ തന്നെയാണ് ഡയഗ്രാം. അതിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കുമ്പോഴാണ് ഈ റെക്ടാങ്കിൾ കാണിച്ചേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്, ബട്ട് സ്റ്റിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പാണ്. സോ 1.5 വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ടോട്ടൽ 3 മീറ്റർ ആണ്, അപ്പോൾ ഇതും 1.5 ആണ്. പിന്നെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് പ്രഷർ മാർക്ക് ചെയ്തേക്കുന്നത് 2 മീറ്റർ. സോ 1.5 ജി വരെയുള്ള എച്ച് ബാർ, അതേപോലെ പി വരെയുള്ള എച്ച് സ്റ്റാർ, ബാക്കി കമ്പോണൻസ് എല്ലാം വരച്ചിട്ടുണ്ട്. എഫ് ഈക്വൽ ടു ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട റോ ജി എ എച്ച് ബാർ ആണ്. അപ്പോൾ റോ അറിയാം 1000, എ അറിയാം ബി ഇൻറ്റു ഡി. എച്ച് ബാർ എന്ന് പറയാൻ നേരത്തെ നമുക്ക് എന്താ ഈ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്, പക്ഷെ നമുക്ക് ഇവിടം വരെ അറിയുള്ളൂ, ബാക്കിയുള്ള ഇത് വേണം. അപ്പം ഈ ഇതിൽ
ഈ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി ഇവിടെ നിന്ന്. അപ്പൊ ഈ ഹൈറ്റും കൂടി നമുക്ക് വേണം. ബാക്കി നമുക്ക് എന്താ 1.5 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ആംഗിൾ അറിയാം, തീറ്റ എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. ഈ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ഈ ഒരു എച്ച് ബാർ വരെയുള്ള ഡിസ്റ്റൻസ് നമുക്ക് എന്താ അറിയാമെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്താ കണ്ടുപിടിക്കാം. അതല്ലെങ്കിൽ എന്താ ഇപ്പുറത്തെ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസിൽ വേറെ ഏതെങ്കിലും നമുക്ക് തീറ്റ ബേസ് ചെയ്തിട്ട് 1.5 സൈൻ തീറ്റയോ ഏതെങ്കിലും വേണം. ബി സിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എച്ച് ബാർ എന്ന് പറയുന്നിടത്ത് എ ഇ പ്ലസ് എന്താണ് ഇ ബി ആണ് അല്ലേ. ഈ ടോട്ടലായിട്ട് എച്ച് ബാർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എ ഇ പ്ലസ് ഇ ബി ആണ്. ഇതിൽ എ ഇ എന്ന് പറഞ്ഞാൽ 1.5 ആണ്. പിന്നെ വേണ്ടതെന്ന് പറയുന്നത് എന്താ ഇ ബി ആണ്. ഇ ബി എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ബി സി സൈൻ തീറ്റ എന്ന് എഴുതാം. ഈ ബി സി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് 1.5 തന്നെയാണ്. അപ്പൊ നമുക്ക് 1.5 സൈൻ 30 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, എച്ച് ബാർ കിട്ടും. ഇനി എച്ച് ബാർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പി ഈക്വൾ ടു റോ ജി എച്ച് ബാർ ആണ്, പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എഫ് കിട്ടും. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താ എച്ച് സ്റ്റാർ ഈക്വൾ ടു ഐ ജി സൈൻ സ്ക്വയർ തീറ്റ ബൈ എച്ച് ബാർ പ്ലസ് എച്ച് ബാർ ആണ്. അതിൽ നമുക്ക് തീറ്റ അറിയാം, എച്ച് ബാർ അറിയാം. ഐ ജി എന്ന് പറഞ്ഞാൽ റെക്ടാങ്കിൾ ആണ്, ബി ഡി ക്യൂ ബൈ 12 ആണ്. പുട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫൈനലി നമുക്ക് എന്ത് കിട്ടും, എച്ച് സ്റ്റാർ കിട്ടും. ഇനി ഇതിന്റെ തന്നെ പല രീതിയിൽ ചിലപ്പോൾ ഇപ്പുറത്തെ നമുക്കിപ്പോൾ ഈ എഡ്ജാണ് തന്നേക്കണം, ഇപ്പുറത്തെ തന്ന് കാണും, അതിൽ നിന്ന് സോൾവ് ചെയ്യേണ്ടി വരാം. ഇല്ല ഷേപ്പ് സർക്കിൾ ആവാം, ഇല്ല ഷേപ്പ് ട്രയാങ്കിൾ ആവാം. അങ്ങനെ ഇങ്ങനെ ചെറിയ ചേഞ്ചസ് വരാം. പക്ഷേ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എന്താ മനസ്സിലാക്കി വെക്കുക. കണ്ടുപിടിക്കേണ്ട എഫും എച്ചും സ്റ്റാറും ആയിരിക്കും, റിലേഷൻ ഒന്ന് തന്നെ. പക്ഷെ അതിൽ വേണ്ട എച്ച് ബാർ കണ്ടുപിടിക്കുക, ഇല്ല എച്ച് സ്റ്റാർ കണ്ടുപിടിക്കുക, അതിന് വേണ്ട വാല്യൂസ് ട്രയാങ്കിൾ എടുക്കേണ്ടി വരുമായിരിക്കും. അതിൽ നിന്ന് സോൾവ് ചെയ്ത് ചെയ്യേണ്ടി വരും. ക്ലിയർ? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ നോക്കാൻ നേരത്തെ തന്നെ എന്താ ടോട്ടൽ പ്രഷർ, സെൻറ്റർ ഓഫ് പ്രഷർ, അതിൻ്റെ റിലേഷൻ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ബോയൻസിയുടെ കേസ്, സ്റ്റേബിൾ, ന്യൂട്രൽ, ഇക്ലിബ്രിയം, പിന്നെ മെറ്റാസെൻട്രിക് ഹൈറ്റ്, അതിൻ്റെ തിയറി, ഡെറിവേഷൻ, ന്യൂമറിക്കൽ, എക്സ്പെരിമെൻറ്റ് മെത്തേഡ് നോക്കിക്കോ. ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരും. ഈ 3 ടോപ്പിക് അറിയാമെങ്കിൽ അറൗണ്ട് ഒരു 60 to 70% നിങ്ങൾക്ക് ഉറപ്പായിട്ട് എഴുതാം. അപ്പോൾ അതേപോലെ തന്നെ ഫോർമുലാസ് എഴുതുക, ഡയഗ്രാം 2-3 എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ്. മോസ്റ്റ് കോമൺലി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഓഫ് പ്രഷറിൻ്റെ കേസ്, മെറ്റാസെൻട്രിക്കിൻ്റെ കേസ്, ഹൈഡ്രോസ്റ്റാറ്റിക് ഫോഴ്സ്, മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്നുള്ള ന്യൂമറിക്കൽ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഷോർട്ടായിട്ട് ഇതിലും വന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക. അതേപോലെ നമ്മുടെ ഡീറ്റെയിൽ സെഷൻസ് നമ്മുടെ ആപ്പിലുണ്ട്. ഷോർട്ടിൻ്റെയും ബാക്കി സെഷൻസ് നമ്മുടെ ആപ്പിലുണ്ട്. നിങ്ങൾ നോക്കുക, അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. നല്ല മാർക്കോടുകൂടി ഫ്ലൂയിഡ് ടോപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സെഷൻസ് വാച്ച് ചെയ്താൽ തന്നെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്വറീസ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത സെഷനിൽ വീണ്ടും കാണാം. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.